വലിയവരാക്കണമെന്നായിരുന്നു നിന്റെ അച്ഛന്റെ ആഗ്രഹം. ഞാൻ സാധിക്കും. ഈ വർഷം ഞാൻ ഒരു ഡിഗ്രി ശരിക്ക് ഒരാഗ്രഹം കൂടി ഉള്ളു. മരിക്കുന്നതിന് മുമ്പ് എന്റെ ബാബുവിനെ അപ്പോനെ എനിക്ക് കാണണം. അവർ രണ്ടുപേരെയും ഞാൻ നാളെ രാവിലെ ബോംബെയിൽ നിന്ന് മിസ് മോഹൻ ഡയമണ്ട് ബോക്സുമായി എയർപോർട്ടിൽ ഫ്ലവർ ബൊക്കെയുമായി രാവിലെ എയർപോർട്ടിലെത്താൻ രാജിനോട് പറയാം. ബൊക്കെ ആ ബൊക്കെ കൊടുത്താൽ മാത്രമേ ഡയമണ്ട് ബോക്സ് നമുക്ക് സ്വന്തമാവുകയുള്ളൂ. ഹലോ സുമ. ബോംബെയിൽ നിന്ന് രാവിലെ സുമയായിരിക്കണം. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. Excuse me. Hi. ഹലോ. Had a good flight? മാറരുത്. അല്ല ഒക്കെ വെച്ചേക്കാണ് എന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നത്. താങ്ക് യു. മീറ്റ് മിസ്റ്റർ രാജൻ. എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഹലോ. ആ രാജ്യമല്ലേ? ഏത് രാജ്യമൊക്കെ ഇരിക്കുന്നത്? മനോരാജ്യമായിരിക്കും. കേട്ടോ രാജൻ, ഈ കുമാർ നല്ലൊരു സംസാരപ്രിയനാണ്. നിങ്ങൾ കാര്യം ചെയ്യും, ഞാൻ പോയി ലഗേജ് പരിശോധിക്കാം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു. ഈ വാച്ച് അല്പം കോസ്റ്റ്ലി ആണല്ലോ. ആ ഇത് വൈറമാണല്ലേ? ഇതൊന്നും ഇവിടെ കിട്ടുന്ന സാധനങ്ങളല്ലോ. ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലോ? നിങ്ങളൊരു അക്ഷരം പോലും കിട്ടുന്നില്ലല്ലോ. മൗനത്തിന് ചിലപ്പോൾ വാക്കുകളൊക്കെ അർത്ഥമുണ്ട്. അതോ വാക്കുകൾക്കും നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്തുക്കളെ പോലെ വില കൂടുതലുള്ളതുകൊണ്ടാണോ? വസ്ത്രങ്ങൾക്ക്